അപ്പോൾ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് അങ്ങനെ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ, മലേഷ്യയിലെ ബാട്ടു കേവ്സ് ഒക്കെ പോയി കണ്ട് മുരുക ക്ഷേത്രമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് നിർത്തിയത്. അപ്പോൾ അതേ ദിവസം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ KLCC, അതായത് കോലാലംപൂർ സിറ്റി സിറ്റി സെന്ററിലെ കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന അവിടെ ആ ബിൽഡിങ്ങിനകത്ത് നമുക്കൊരു അക്വേറിയം ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മലേഷ്യയിലെ ഒരു അക്വേറിയമാണ്. അപ്പോൾ അത് 2003 ആരംഭിച്ചൊരു അക്വേറിയമാണ്. 2003 അതിൻ്റെ ആ, എന്താണ് കൺസ്ട്രക്ഷനൊക്കെ ആരംഭിച്ച് 2005 പൂർത്തിയായ ഒരു അക്വേറിയമാണ്. അപ്പോൾ അത് പോയി കാണാനായിട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മലേഷ്യയുടെ ട്വിൻ ടവർ ഒക്കെ ദൂരെ കാണാം, നമ്മുടെ സ്കൈ സ്ക്രേപ്പേഴ്സ് എല്ലാം കാണാം. നമ്മളെല്ലാം ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം തന്നെ അവിടെ സിറ്റി സെന്ററിനോട് ചേർന്നിട്ടും അതിന് ചുറ്റും എടുക്കുന്നത്. അധികം ദൂരം ഒന്നും നമുക്ക് അരമണിക്കൂർ 3 മണിക്കൂർ മാക്സിമം ആ റേഞ്ചിൽ വരുന്നതാണ്. ഇപ്പോൾ ഇത് KLCC എന്ന് പറഞ്ഞാൽ ഇത് സിറ്റി സെന്ററിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു മാക്സിമം ഹാഫ് ആൻ അവറിനുള്ളിൽ എത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന സിറ്റി സെന്ററും നമുക്ക് ഈ അക്വേറിയം ഒക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടാണ്. നമുക്ക് അക്വേറിയം എങ്ങനെയുണ്ടെന്ന് കാണാം. ഇത് ഭയങ്കര ഫേമസ് ആണ്, നമ്മുടെ ഇവിടുത്തെ മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൊത്തത്തിൽ നമ്മൾ ആ സിറ്റി സെന്ററിനകത്താണെങ്കിലും അതിന്റെ മൊത്തത്തിലുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 60,000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതാണ്. 2 ലെവലിലായിട്ടാണ്, 2 നിലകളിലായിട്ടാണ് ഇത് വരിക. ഇത് കോലാലംപൂർ സിറ്റി സെന്റർ എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ്. അപ്പം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ താഴത്തെ നിലകളിലാണ്, അണ്ടർഗ്രൗണ്ടിലൊക്കെ ആയിട്ടാണ് ഇത് വരിക. അപ്പോൾ അതിനകത്ത് തന്നെ 2 ലെവലായിട്ടാണ്. അതിൽ തന്നെ നമുക്ക് അണ്ടർ വാട്ടർ ടണലുണ്ട്. നമുക്കറിയാം ഇപ്പം മെയിൻ ഇവിടത്തേക്ക് അക്വേറിയംസിലൊക്കെ വലിയ വലിയ അക്വേറിയംസിൽ എല്ലായിടത്തും തന്നെ ഇപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ടണലുകൾ കാണുന്നുണ്ട്. നമ്മൾ ടണലിനകത്തുകൂടെ നടന്ന് ചുറ്റും മീനുകളെയും വലിയ വലിയ മീനുകളെയും ഡൈവേഴ്സിനെയൊക്കെ കാണുന്നൊരു സംഭവം. അപ്പോൾ അതുണ്ട്. അവിടെ തന്നെ 250 ഡിഫറെന്റ് സ്പീഷീസും ഉള്ള ലാൻഡ് ആൻഡ് അക്വാറ്റിക് ആനിമൽസ് ഉണ്ട്. അതിൽ തന്നെ 250 സ്പീഷീസിൽ 5000-ഓളം വരുന്ന അക്വാറ്റിക് ആനിമൽസ് ആണ്, ലാൻഡ് ആൻഡ് അക്വാറ്റിക് ആനിമൽസ് ആണ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വിവിധ തരം മത്സ്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിയോസ്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. അപ്പൊ നമ്മളവിടെ ഈ കോലാലംപൂർ സിറ്റി സെന്ററിലെത്തി അതിനകത്തേക്ക് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. നമ്മുടെ അവിടുത്തെ റിസപ്ഷൻ ഏരിയ എന്നൊക്കെ വേണേൽ പറയുന്നത്, ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ, എൻട്രൻസ് ഏരിയ. അവിടെ നിന്ന് കയറി നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ അക്വേറിയത്തിന്റെ ആ ഒരു ഫ്ലോറിലോട്ട് പോവുകയാണ്. നമുക്ക് താഴേക്കാണ് പോകേണ്ടത്, അണ്ടർഗ്രൗണ്ടിലാണ്. ഇതിന്റെ KLCCയുടെ താഴത്തെ നിലകളിലാണ് നമുക്ക് ഈ KLCC അക്വേറിയ എന്ന് പറയുന്ന അക്വേറിയം ഉള്ളത്. അപ്പോൾ നമ്മൾ പയ്യെ താഴത്തെ നിലയിലോട്ട് ചെന്നു. അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളിലൊക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ സ്റ്റോറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന. പിന്നെ നമുക്ക് എന്താ പറയുക, കഫറ്റീരിയ സ്ഥലങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ. ടൂറിസ്റ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷൻസിലും. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഇല്ലാത്തൊരു സംഭവമാണ്. ആളുകൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചെന്ന വെള്ളം കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായേണ്ട, ഒരു സർവീസ് കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തു നല്ല സ്റ്റാൻഡേർഡായിട്ട്, എന്താ പറയുക, സെൻട്രലൈസ്ഡ് AC സെറ്റപ്പിലാണ് ഫുൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കഫറ്റീരിയ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്, എല്ലാ സർവീസ് അവൈലബിൾ ആണ്. അപ്പം എന്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടും റിഫ്രഷ്മെന്റിനായിട്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് റിഫ്രഷ് ചെയ്ത് ഒന്നെങ്കിൽ അക്വേറിയയിലോട്ടോ അല്ലെങ്കിൽ അക്വേറിയ കണ്ടു കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് റിഫ്രഷ്മെന്റിനായിട്ട് ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. ഇവിടുന്ന് നമ്മളിനി ഇവിടെ നമുക്ക് കാണാം, ഈവൻ ബാങ്കുകളുടെ ATM വരെയുണ്ട്. നമുക്ക് മണി വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ മറ്റേ എന്താ പറയുക, എക്സ്ചേഞ്ച് ഫീ മാത്രം ഉണ്ടാകുന്ന ATM-ൽ, ബാക്കി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം അവിടുത്തെ കറൻസി ആയിട്ട്. അവിടെ ടിക്കറ്റിന്റെ റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 75 റിങ്കറ്റ്, 55 റിങ്കറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരിക. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് എന്താ പറയുക അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വർത്താണ് ഒരു സ്റ്റാൻഡേർഡ്. നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ
ഈ ഭാഗത്തായിട്ട് കൊല്ലം ഭാഗത്തായിട്ടൊക്കെ ഉണ്ട് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇതേ സെറ്റപ്പിൽ തന്നെയാണ്, ഇത് കണ്ടിട്ടാണ് അവിടെയും അത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതേ സെറ്റപ്പിലാണ് അവിടെയുള്ളത്. അപ്പൊ ഏതാണ്ട് അതുപോലെ തന്നെ ഒരു അക്വേറിയ സെറ്റപ്പാണ് ഇവിടെയും. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് സ്കാൻ ചെയ്ത് കയറുകയാണ്. കയറുമ്പോൾ തന്നെ വിവിധ ഇനം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഇതുപോലുള്ള വലിയ അക്വേറിയംസ് ഈവൻ മറൈൻ വേൾഡിൽ നമുക്ക് കൊല്ലത്തോ അവിടെയും കാണുന്ന പോലുള്ള ആ രീതിയിലുള്ള അക്വേറിയംസും കയറുമ്പോൾ തൊട്ട് സൈഡിലൂടെ വിവിധ ഇനം മത്സ്യങ്ങളുടെ അക്വേറിയംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല തരത്തിലുള്ള ടാങ്കുകളായിട്ടാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് സൈഡിൽ കൂടെ വാൾസിലൂടെയുള്ള അക്വേറിയം പോലുള്ള സെറ്റപ്പ്, ഇതുപോലെ പോണ്ട് പോലെയുള്ള ചെറിയ പോണ്ടുകൾ പോലെ ഉണ്ടാക്കിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ അങ്ങനെയുള്ള സംഭവം. ഇങ്ങനെയുള്ള ലാൻഡ് ആനിമൽസും അവിടെയുണ്ട്. വിവിധ തരം ലാൻഡ് ആനിമൽസിന്റെയും ഒരു ഡിസ്പ്ലേ അവിടെയുണ്ട്. ഇതിനവിടെ മണ്ണ് തോണ്ടി കളിക്കുന്നു. എന്തിനാണാവോ നമ്പർ 2 ഒക്കെ പോയി മണത്തി നോക്കുന്നത്, അവരുടെ ശീലമായിരിക്കും. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വിവിധ ലാൻഡ് ആനിമൽസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 250 സ്പീഷീസിൽ പെടുന്ന ലാൻഡും അക്വാറ്റിക് ആനിമൽസും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നീട് നമ്മളിങ്ങനെ പോകുമ്പോൾ വെറൈറ്റി അക്വേറിയംസ് നമുക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക എന്താ പറയുക അനുഭവമാണ് അതിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് നേരത്തെ ഞാൻ പരാമർശിച്ച പോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള സെയിം ആ ഒരു സെറ്റപ്പ് മറൈൻ വേൾഡിലും ഇതേ സെറ്റപ്പിലാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ പോകാൻ പറ്റാത്തവർക്ക് അവിടെയും പോയി കാണാം. അതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളവിടെ പോകുന്നത്. അതും ഇതേ രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ അട്രാക്റ്റീവായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. സുമാരിവിടെ എന്തെന്നില്ലാണ്ട് ഇങ്ങനെ ഓടിക്കളിച്ചാണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ആരുടെ മരക്കെന്നുള്ള രീതിയിൽ നമ്മളെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് നടക്കുന്നു. ഇതൊക്കെ ഈയുടെ വർഗത്തിൽപ്പെട്ട ജീവികളൊക്കെയാന്ന് തോന്നുന്നു. അവർക്ക് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരിക്കുക അവർക്ക് പറ്റിയ രീതിയിൽ. ഇങ്ങനെ അതിലും കയറി ഇറങ്ങി അടങ്ങാനും ഇതൊരു നല്ലൊരു പിടിച്ചൊക്കെ നടപ്പുണ്ട്. നല്ല രസമാണ്. അവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി തീമുകളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബോറടിക്കില്ല. തീമുകൾ ഇങ്ങനെ മാറ്റി 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 ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ കൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. കാരണം ഈ മത്സ്യങ്ങൾ തന്നെയാണല്ലോ അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. അതിനെ അങ്ങനെ ബോറടിക്കാത്ത രീതിയിൽ സജ്ജീകരിക്കാൻ അവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ഒരു തീമുകളും സംഭവങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവിടെ നോക്കി കാണാൻ നിൽക്കുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു തീമൊക്കെ ഉണ്ടാക്കി പ്രവശത്ത് തോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി തീമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. പവിഴപ്പുറ്റുകളും അതിനിടയിലൂടെയുള്ള ഇത്തരം വിവിധ മത്സ്യങ്ങളും ഒരു പ്രത്യേക അനുഭവമാണ് കാണാനായിട്ട്. കാണാൻ മൊത്തത്തിലൊരു ബ്ലൂ തീമില് ആ ഒരു കോറൽ റീഫ്സിന്റെ തീമൊക്കെ കൊടുത്തിട്ട് സ്റ്റാർ ഫിഷും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മൾ കടലിനടിയിൽ പോകുമ്പോൾ കാണുന്ന പോലുള്ള വിവിധ കളറിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലൂമിനിസൻസ് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ടിവികളിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഫിഷുകളാണ് കാര്യങ്ങളെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. വേണമെന്നുള്ളവർക്ക് കാര്യമായിട്ട് നിന്ന് വായിക്കാം. ഇനി അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് അടിയിലോട്ട് നമ്മൾ ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ല, അത് ഒരു 2 നിലകളായിട്ടാണ് അത് അടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ KLCC കോലാലംപൂർ കൺവെൻഷൻ സെന്റർ അല്ലെങ്കിൽ സിറ്റി സെന്ററിന്റെ അടിയിലത്തെ 2 നിലകളിലായിട്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്.
നെക്സ്റ്റ് ഒരു താഴത്തെ ഫ്ലോറിലോട്ട് നമ്മൾ ഇറങ്ങുന്നു. അവിടെ വേറൊരു തീമിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. രണ്ട് ഓപ്ഷൻ, അതിൽ സ്റ്റെപ്പ് വഴി അങ്ങനെ ഇറങ്ങാനുള്ളത്, ലിഫ്റ്റ് വഴി ഇറങ്ങാനുള്ളത്. നമുക്കിങ്ങനെ ഈ സ്ട്രോളർ ഉള്ളത് കാരണം നമ്മൾ ലിഫ്റ്റ് വഴിയാണ് ഇറങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തൂടെ നടന്നിറങ്ങാനും അങ്ങനെയുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് കാണാം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള തീമുകൾ വെച്ചിട്ട് നമുക്കൊരു മടുപ്പുളവാക്കാത്ത രീതിയിൽ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു വെറൈറ്റി ഇതിലോട്ട് നമ്മൾ വന്നിറങ്ങുന്നു. അവിടെ ഇതുപോലെ പോണ്ടുകൾ, ആർട്ടിഫിഷ്യൽ പോണ്ടുകളും സംഭവങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. അതിനകത്തൂടെ പല സൈസുകളിലുള്ള മീനുകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ലെവലിൽ തന്നെ കാണാൻ പാകത്തിന് അങ്ങനെ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില്ല് വെച്ചിട്ട് കുറച്ച് ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പില്ലർ പോലെ ഇതിനകത്ത് നിറച്ച് മീനുകളായിട്ട് അതൊരു നല്ല സെറ്റപ്പാണ്. നമുക്ക് ഇവിടെയുണ്ട്, പറയൻ വേൾഡിലുണ്ട്. പക്ഷെ ഇതൊരു നല്ല ഭംഗിയുള്ള സംഭവമാണ്. പില്ലറിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് റൗണ്ടിൽ മീനിട്ട് അതിന് ലൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. KLCC കോലാലംപൂർ കൺവെൻഷൻ സെന്റർ അക്വേറിയയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.